നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്ത് വാഹനാപകടം. സ്കൂൾ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണ്ണമ്പറ്റ സ്വദേശി സ്വാമിനാഥനാണ് മരിച്ചത്. അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയും സഹോദര ഭാര്യയെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. നെല്ലിപ്പതി പുത്തൻ വീട്ടിൽ ശിവനുണ്ണിക്കാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സ്പീക്കർക്ക് കഴിയണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. നിഷ്പക്ഷതയോടെ ഇടപെടാനും സാമാജികരുടെ സംരക്ഷണ ദൗത്യം നിർവഹിക്കാനും സ്പീക്കർ തയ്യാറാവണമെന്നും ET മുഹമ്മദ് ബഷീർ. പട്ടാമ്പിയിലെ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 8ഓളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടലുകൾക്ക് നോട്ടീസ്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തി. വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ബോധവൽക്കരണവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ ഹിൽ ടോപ്പ് ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപം സ്കൂൾ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണ്ണമ്പറ്റ കുപ്പത്തിൽ സ്വാമിനാഥനാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:40 അപകടം നടന്നത്. സ്കൂൾ ബസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ് തട്ടി സ്കൂട്ടർ വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്വാമിനാഥൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പെട്ടിക്കട നടത്തുന്നയാളാണ് സ്വാമിനാഥൻ. കാഞ്ഞിരമ്പാറന്ന് ഷെഡ് വർക്കിന് പോവുകയായിരുന്നു. അതുപോലെ ആലമ്പാടത്ത് കാഞ്ഞിരമ്പാറ കഴിഞ്ഞിട്ട് ആലമ്പാടത്ത് കയറ്റം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്കല്ല സൈഡ് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിലുണ്ടായിരുന്ന ഈ മരിച്ച വ്യക്തി സൈഡിലേക്ക് ചേർന്ന് തലയില്ലാത്ത രീതിയിൽ വണ്ടി തട്ടിയിട്ട് അങ്ങനെ വീടുണ്ടായത്. അങ്ങനെ ബാക്കിൽ കയറിയിറങ്ങി ആൾ മരണപ്പെട്ടു. അതാണ് ഞാൻ കണ്ടത്. റോഡ് പണിയുടെ ഭാഗമായി പാതക്കിരുവശവും വലിയ ഗർത്തങ്ങളുണ്ടെന്നും ഇത് അധികൃതർ നികത്തിയിട്ടില്ലെന്നും വാർഡ് മെമ്പർ K. കോയ പറഞ്ഞു. 2 റോഡുകൾ കൂടുന്ന ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. ഇത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ട്രാൻസ്ഫോമറും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും ഇത് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കോയ ആവശ്യപ്പെട്ടു. SBT ജംഗ്ഷൻ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടെ ഇരു ഭാഗങ്ങളിലും വലിയ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് മുഴുവൻ ആ അപാകത പരിഹരിക്കാൻ ഇതുവരെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ റോഡിൻ്റെ NH എഞ്ചിനീയറോ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല ഈ ജംഗ്ഷനിൽ ഈ ടോപ്പ് ഹിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, അതായത് മണ്ണമ്പറ്റ റോഡും കാഞ്ഞിരമ്പാറയിലെ മണ്ണമ്പറ്റ റോഡും മഞ്ചേറിക്കാട് റോഡും ചേരുന്നിടത്താണ് ഈ അപകടമുണ്ടായത്. അവിടെ അപകടം വരുത്തി വയ്ക്കാനുള്ള 2 പ്രധാനമായ കാരണങ്ങൾ: ഒന്ന് റോഡ് സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ്, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമർ. ഈ 2 കാരണം അവിടെ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയും മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ റോഡിൻ്റെ നാഷണൽ ഹൈവേ എഞ്ചിനീയറും കോൺട്രാക്ടറും ചേർന്നുകൊണ്ട് ഇരു ഭാഗങ്ങളിലുമുള്ള കുഴികൾ അടച്ച് കോൺക്രീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ വെയിറ്റിംഗ് ഷെഡ് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഈ വെയിറ്റിംഗ് ഷെഡും അതേപോലെ തന്നെ ട്രാൻസ്ഫോമറുകളും ഇവിടെ നിന്ന് അടിയന്തരമായി മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ഇടുങ്ങിയ 2 റോഡുകൾ ചേരുന്നിടമാണ്. ഒന്ന് കാഞ്ഞിരമ്പാറ ഷെഡ്ഡിങ്ങുന്ന് റോഡും ഒന്ന് കാഞ്ഞിരമ്പാറ മഞ്ചേരിക്കാട് റോഡുമാണ് ഇവിടെ ചേരുന്നത്. അതിന് ഈ കൺജസ്റ്റഡായ സ്ഥലത്ത് ഈ രണ്ട് സ്ഥാനങ്ങൾ, നിലവിലുള്ള 2 സാധനങ്ങളും മാറ്റേണ്ടതാണ്. അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയും സഹോദര ഭാര്യയെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. അട്ടപ്പാടി നെല്ലിപ്പതി പുത്തൻ വീട്ടിൽ ശിവനുണ്ണിയെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2016 ജൂലൈ 18 മൂത്ത സഹോദരൻ പുത്തൻ വീട്ടിൽ പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. പ്രഭാകരന്റെ ഭാര്യ വിജയയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവും അനുഭവിക്കണമെന്നാണ് ശിക്ഷ വിധിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ പറഞ്ഞു. ഈ കേസിൽ 302 IPC പ്രകാരം ജീവപര്യന്തം തടവിന് ഈ പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പഴയടയ്ക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ കേസിലെ 2ാം സാക്ഷിയായ മരണപ്പെട്ട ആളുടെ ഭാര്യ
അവരെ കുത്തി പരിക്കേൽപ്പിച്ച് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുത്തി പരിക്കേൽപ്പിച്ചതിന് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പിഴ ഒടുക്കാത്ത പക്ഷം കൂടുതലായി 8 കൊല്ലം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതായത് ആദ്യത്തെ ഇതിൽ 2 കൊല്ലവും രണ്ടാമത്തേതിൽ 1 കൊല്ലവും അടയ്ക്കേണ്ടി വരും. കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ കേസിലെ പിഴ ഈടാക്കുന്ന പക്ഷം മരണപ്പെട്ട ആളുടെ ഭാര്യ, 2ാം സാക്ഷി, അതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ മകൻ എന്നിവർക്ക് ആ തുക നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം ഫൈനാണ്. അത് കൊടുക്കില്ല. ഈ 50,000 രൂപ രണ്ടാം സാക്ഷിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ആ 50,000 രൂപ ഫൈൻ പറഞ്ഞിട്ടുണ്ട് മൊത്തം. അപ്പോൾ ഈ 1.5 ലക്ഷം റുപ്യ പിഴ അടക്കുകയാണെങ്കിൽ 2 പേർക്കും കൂടി തുല്യമായി നൽകണം. പ്രഭാകരന്റെ അമ്മ കമലാക്ഷി, സഹോദരി ശ്യാമള, ശ്യാമളയുടെ 4 വയസ്സുള്ള മകൾ അനിത എന്നിവർ 17 വർഷം മുമ്പ് വിഷം കഴിച്ചു മരിച്ചതിന് പ്രഭാകരനാണ് കാരണക്കാരനെന്ന് ആരോപിച്ചാണ് പ്രതി കൃത്യം ചെയ്തത്. കൽപ്പണിക്കാരനായ പ്രഭാകരൻ ജോലി കഴിഞ്ഞ് രാത്രി 9 മണിയോടെ വീട്ടിലേക്ക് വരുന്നതിനിടെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രഭാകരനെ കുത്തുന്നത് തടയുന്നതിനിടെയാണ് വിജയെ ആക്രമിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സ്പീക്കർക്ക് കഴിയണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. സ്പീക്കർ പവിത്രമായ പദവിയാണെന്നും സഭയുടെ നായകൻ, സാമാജികരുടെ സംരക്ഷകൻ എന്നീ നിലകളിൽ സ്പീക്കർക്ക് സുപ്രധാന ദൗത്യമാണ് നിർവഹിക്കാനുള്ളതെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. 18ാം ലോക്സഭയിൽ സ്പീക്കറെ അനുമോദിച്ച് നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. E.T. Mohammad Bashir. Sir, on behalf of Indian Union Muslim League and myself, I wish to express my heartfelt congratulations for your renewed assignment. Sir, Speaker, of course, is a unique position, and Speaker as a protector of the House and the guardian of the members, irrespective of caste and creed or any other division, we have to be ensured justice by all means. പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സ്പീക്കറെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. സഭയുടെ അടിസ്ഥാന മന്ത്രം തന്നെ നിഷ്പക്ഷതയായിരിക്കണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളെ കുരുക്കിലാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നതായി ഇ.ടി. മുഹമ്മദ് ബഷീർ ചൂണ്ടിക്കാട്ടി. Impartiality should be the mantra of this house. Sir, we had bitter experience in past. Various occasions, opposition was oppressed and depressed. We all know that, which should not be repeated. Voice of the opposition, as correctly mentioned by the leader of opposition, Shri Rahul ji, should be honored by all means, sir. Sir, I would like to say that we all should ensure justice, irrespective of party position, whether it is big party or junior parties like that. All these things should be taken into proper consideration. Sir, this house have given very good message, not only to India, to the entire world. So, sir, we hope that this house will again spread the message of togetherness. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനു മുൻപിൽ തന്നെ ഒന്നിച്ചു പോകുന്നതിന്റെ മഹനീയ സന്ദേശം നൽകിയ രാജ്യമാണ് നമ്മുടേത്. മതേതര ജനാധിപത്യ രംഗത്തെ നമ്മുടെ നഷ്ടപ്രതാപങ്ങൾ എന്തർത്ഥത്തിലായിരുന്നാലും തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും ഇ.ടി. വ്യക്തമാക്കി. മഴക്കാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിലെ 8ഓളം ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി നശിപ്പിച്ചു. വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ബുധനാഴ്ച രാവിലെ പട്ടാമ്പി ഹെൽത്ത് ഇൻസ്പെക്ടർ അഷറഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 8ഓളം ഹോട്ടലുകളിൽ നിന്നുമായി ഉപയോഗപ്രദമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടിയത്. മിക്ക ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പഴകിയ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം, അടുക്കള മാലിന്യമായി കിടക്കുന്ന സാഹചര്യം എന്നിവയാണ് കണ്ടെത്തിയത്. ചിക്കൻ, ബീഫ്, അൽഫാം, ബിരിയാണി, ചപ്പാത്തി, സലാഡ് തുടങ്ങി ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വ്യാപക പരിശോധന പട്ടാമ്പി മേഖലയിൽ നടത്തിവരുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ. അഷ്റഫ്, സംഗീത ശങ്കർദാസ് എന്നിവർ അറിയിച്ചു. ഇന്ന് രാവിലെ
അതുകൊണ്ട് 8ഓളം സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മിക്ക ഹോട്ടലുകളിലും ഇറച്ചി, ചിക്കന്, ബീഫ്, അതുപോലെ അൽഫാം, ബിരിയാണി, പഴകിയ ചപ്പാത്തി, ഇതുള്ള സലാഡുകൾ, ദിവസങ്ങളോളം പഴക്കമുള്ള സലാഡൊക്കെ ഫ്രീസർ സൂക്ഷിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനയാണ് ഇന്നുള്ള ദിവസങ്ങൾ നടക്കുന്നത്. പല ഹോട്ടലുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അടുക്കളയിൽ നാറാടെ നിറഞ്ഞു നിൽക്കുന്നു, മലിനജലം കെട്ടിക്കിടക്കുന്നു, ഭക്ഷ്യസാധനങ്ങൾ പല സ്ഥലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദിവസങ്ങൾ പഴക്കമുള്ള പാചകം ചെയ്ത സാധനങ്ങൾ ഫ്രീസർ സൂക്ഷിക്കുന്നു. മിക്ക ഫ്രീസറുകളുടെയും അവസ്ഥ പരിതാപകരമായ നിലയിൽ അഴുക്ക് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് ഹെൽത്ത് കാർഡില്ലാതാണ് പല ജീവനക്കാരും ജോലി ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ പഴകിയ എണ്ണയിൽ പാചകം ചെയ്യുന്ന എണ്ണക്കടികൾ വ്യാപകമായി വിതരണം ചെയ്ത് കണ്ടെത്താൻ കഴിയുന്നു. അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും തൊട്ട് നടപടിയിൽ വരുന്നതാണ്. അടുത്ത ദിവസം മുതൽ വ്യാപകമായ പരിശോധന ഉണ്ടാകുകയും ചെയ്യും. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരിശോധന ദിവസങ്ങൾ ഉണ്ടായിരുന്നതാണ്. മണ്ണാർക്കാട് തെങ്കര മണലടി ആയുർവേദ ആശുപത്രിക്ക് സമീപം അട്ടപ്പാടി റോഡിൽ മരം കടപുഴകി വീണു. ബുധനാഴ്ച പുലർച്ചെ 4:30 മണിക്കാണ് മരം വീണത്. വലിയ മാവും പുളിമരവുമാണ് വീണത്. പുലർച്ചെയായതിനാൽ വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടില്ല. മണ്ണാർക്കാട് അഗ്നിരക്ഷാസേന എത്തി 2 മണിക്കൂറോളം പ്രവർത്തിച്ചാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. സ്വതന്ത്ര റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ജില്ലാതല കുടുംബ സംഗമം ശനിയാഴ്ച 3 മണിക്ക് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടത്തും. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അംഗങ്ങൾക്ക് സംഘടന ഏർപ്പെടുത്തിയ ആശ്വാസ പദ്ധതിയിലൂടെയുള്ള സഹായ വിതരണം, സ്കൂൾ കിറ്റ് വിതരണം, അംഗങ്ങളുടെ മക്കളിൽ SSLCക്ക് ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ, അംഗത്വ വിതരണം തുടങ്ങിയവ കുടുംബസംഗമത്തിൽ നടത്തും. ഈ വരുന്ന 29 ജൂൺ 29 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ടാപ്പിംഗ് തൊഴിലാളികളുടെ, റബ്ബർ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു കുടുംബസംഗമം നടത്തപ്പെടുകയാണ്. ആ കുടുംബസംഗമത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പരിപാടിയിൽ നമ്മൾ ഈ സംഘടന SRTS എന്ന് പറയുന്ന സംഘടന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആശ്വാസ പദ്ധതിയുടെ വിതരണവും, അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണവും, അതുപോലെ തന്നെ SSLC അതുപോലെ തന്നെ +2 പരീക്ഷയിൽ വിജയിച്ച തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള മെമ്മോറണ്ടം വിതരണവും, അതുപോലെ തന്നെ തൊഴിലാളികളുടെ മെമ്പർഷിപ്പ് കാർഡ് വിതരണവും ഒക്കെ നടക്കുകയാണ്. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഗായകൻ യാദവ് നയിക്കുന്ന നാടൻ പാട്ടും ഉണ്ടാകും. നേതാക്കളായി VP ഷാഫി, പ്രകാശൻ തെങ്കര, ജോമോൻ തച്ചമ്പാറ, അസീസ് അലനല്ലൂർ, VP ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബിടെക് കഴിഞ്ഞ സിവിൽ എഞ്ചിനീയർമാരുടെ ഏകീകൃത സംഘടനയായ ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിന്റെ മലപ്പുറം ചാപ്റ്റർ ഉദ്ഘാടനവും ജില്ലാതല ശില്പശാലയും ജൂൺ 29 ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കും. സംസ്ഥാന ചെയർമാൻ PS ഷിനോജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിവിൽ എഞ്ചിനീയർമാരുടെ സംഘടനയായ ICECയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപീകരണവും ജില്ലാതല ശില്പശാലയുമാണ് പെരിന്തൽമണ്ണയിൽ ജൂൺ 29 നടക്കുന്നത്. ബിടെക് പൂർത്തിയാക്കിയവർക്കാണ് സംഘടനയിൽ അംഗത്വമുള്ളത്. എഞ്ചിനീയർമാരെ പ്രോത്സാഹിപ്പിക്കുകയും മികച്ച എഞ്ചിനീയർമാരായി നിലനിർത്തുകയുമാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യമെന്ന് ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എഞ്ചിനീയർമാർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. മലപ്പുറം ചാപ്റ്ററാണ് രൂപീകൃതമാവുന്നത്. അതാണ് നമ്മുടെ ഈ വരുന്ന ശനിയാഴ്ച 29-ാം തീയതി നമ്മുടെ ഈ ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ രൂപീകൃതമാണ്. നമ്മൾ ICC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ, അതായത് നോളജ് അപ്ഡേഷന് വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിംഗ് മേഖലയിൽ വരുന്ന പുതിയ ടെക്നോളജിനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് ലെവലിൽ നമ്മൾ അനുഭവത്തിൽ പഠിക്കാനും, പിന്നെ അതിന് ആവശ്യമായ വെബിനാറുകൾ, സെമിനാറുകൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ അത് സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലും അതിലൂടെ നമുക്കൊരു പുതിയൊരു നല്ലൊരു എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംഘടന രൂപീകൃതമായിട്ടുള്ളത്. പെരിന്തൽമണ്ണ,
ഹോട്ടൽ ലീ മലബാർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ICEC ജില്ലാ ചാപ്റ്റർ രൂപീകരണവും ശില്പശാലയും സംസ്ഥാന ചെയർമാൻ PS ഷിനോജ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അനിൽ മാത്യു ശില്പശാലയിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ICEC മലബാർ സോൺ കൺവീനർ K അജീഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PC നൌഷാദ് അലി, C മുഹമ്മദ് നൌഫൽ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. YMCA മലപ്പുറം സബ് റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു വട്ട്യാനിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ മലപ്പുറം സബ് റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം നടന്നത്. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യു വട്ട്യാനിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗിച്ചാൽ അത് സൃഷ്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് തിരിച്ചറിയാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ മഹാശാപത്തിൽ നിന്ന് നാം പിന്മാറണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആയിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 3 ചോദ്യങ്ങൾ ചോദിച്ചത്. കണ്ണുണ്ടോ, ചെവിയുണ്ടോ, നാക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. കാണേണ്ടതുപോലെ കാണാനും കേൾക്കേണ്ടതുപോലെ കേൾക്കാനും പറയേണ്ടതുപോലെ പറയാനും അങ്ങനെയുള്ള ഒരു ആർജവത്വം, ആ ഒരു ധൈര്യം ഇന്നത്തെ ദിവസം നമ്മൾ ആർജിച്ചെടുക്കണം. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബോബൻ കൊക്കപ്പുഴ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. YMCA സബ് റീജിയണൽ ചെയർമാൻ റെനി CS, പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി AJ, ജോയിന്റ് സെക്രട്ടറി ഫ്ലോറ മെൻഡോസ, പാസ്റ്റർ MJ മാത്യു, ലില്ലി PM, വിദ്യാർത്ഥികളായ ഹാനിയ ഹഫീസ്, റിഷ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ മാത്യു വട്ട്യാനിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്യം ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുവാൻ എന്നാലാവോളം പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിവിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചെർപ്പശ്ശേരി ജനമൈത്രി പോലീസ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നഗരസഭയും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. SI സുനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. പ്രത്യേക അസംബ്ലിയിൽ ഹെഡ് മിസ്ട്രസ് ജലജ KT, ദിനേശ് CV, M സംഗീത എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ C ആരതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെയും വിമുക്തി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു.
തൃക്കടേരി റേഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സബിത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക MV സുധ, M സതീദേവി, M ഫസീല, VT ഷഫീറ എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ച് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ N സുജാത, പ്രധാനാധ്യാപിക TP ചിത്ര, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദുകുമാർ എന്നിവർ നേതൃത്വം നൽകി. കുലിക്കല്ലൂർ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO റിനു ക്ലാസ് നയിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതിന്റെ അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകി. CP ഭവദാസൻ മാസ്റ്റർ, കൃഷ്ണകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ എരവിമംഗലം ALP സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ബോധവൽക്കരണ നൃത്തശില്പവും മുഖാഭിനയവും അവതരിപ്പിച്ചു. എരവിമംഗലം ALP സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി പാലോളിപ്പറമ്പിലാണ് നടന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ K സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A മിനികുമാരി, ഷെൻസി അഗസ്റ്റ്യൻ, M ശ്രുതി, CH സുദേവ്, KP റോഷൻ, PM രചന, NP ദിവ്യ, KT സുജാത, P ഫംസിയ, P ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ നൃത്തശില്പവും മുഖാഭിനയവും അവതരിപ്പിച്ചു. ജില്ലയിൽ ആദ്യമായി സൈക്കോളജിസ്റ്റിന്റെ സേവനത്തിന് തുടക്കം കുറിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം സൈക്കോളജി ഹോം കെയർ OP സംവിധാനം ഉദ്ഘാടനം ചെയ്തു. 17 വർഷമായി പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ഹോം സൊസൈറ്റിയിൽ സൈക്കോളജി ഹോം കെയർ OP സംവിധാനത്തിന് ബുധനാഴ്ച തുടക്കം കുറിച്ചു. സൈക്കോളജിസ്റ്റ് TN മിഥുന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും ക്ലിനിക്കിൽ സേവനം ലഭ്യമാക്കും. രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മാനസിക സംഘർഷവും മാനസിക പ്രശ്നങ്ങളും ചികിത്സയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് ക്ലിനിക് അധികൃതർ അറിയിച്ചു. സൈക്കോളജി ഹോം കെയർ OP സംവിധാനം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്ക് ചെയർമാൻ P ജസീർ അധ്യക്ഷനായി. ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ P റഹ്മത്ത്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മഠത്തൊടി അലി, എഴുത്തുകാരനും കലാകാരനുമായ ഇബ്നു അലി എടത്തനാട്ടുകര, ക്ലിനിക് ജനറൽ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് ഷമീൻ കരുവള്ളി, വ്യാപാരി പ്രതിനിധി M സിബഹത്തുള്ള, A മുഹമ്മദ് സക്കീർ, ഫാത്തിമ പൂദാനി, P അലി, P നസീർ, റഹ്മത്ത് മഠത്തൊടി, സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം C വീരാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഡേ കെയർ സംവിധാനം, ഫിസിയോതെറാപ്പി OP, ഹോം കെയർ, മാനസിക രോഗികൾക്കുള്ള OP സംവിധാനം, ആംബുലൻസ് സേവനം, പുനരധിവാസ പദ്ധതികൾ, രോഗികളുടെ കുട്ടികളിൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടപ്പാക്കുന്നുണ്ട്. വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെറിറ്റ് മീറ്റ് 2024 സംഘടിപ്പിച്ചു. KSM കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവരെയും അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് മെറിറ്റ് മീറ്റ് സംഘടിപ്പിച്ചത്. മെറിറ്റ് മീറ്റ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പുസ്തകം വായിക്കണം, നിങ്ങൾ പത്രം വായിക്കണം, നിങ്ങൾക്ക് അവനവനോടും നാടിനോട് കൊടുക്കും. നമ്മുടെ കുട്ടികളാണ്. എനിക്ക് 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇനിയിപ്പോൾ അവനൊരു 50 വയസ്സായാലും ആ കാലത്തിനായിട്ടുള്ളതെന്ന് അറിയില്ല, എനിക്ക് കുട്ടിയായിരിക്കും. നമ്മുടെ കുട്ടികൾ വളരുന്നത്, അവരുടെ മനസ്സ് മാറുന്നത്
അവരുടെ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് അവരറിയാതെ അവരല്ലാതെ ആവുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല. വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വലിയ സാമൂഹിക പ്രതിബദ്ധത നഷ്ടപ്പെട്ട, രാഷ്ട്രീയ ബോധമോ ചരിത്രബോധമോ ഇല്ലാത്ത ഒരു ലോകം നമ്മോടൊപ്പം വളരെ വേഗം വളർന്നു വരുന്നുണ്ട്. അതിലേക്കാണ് കുട്ടികൾ. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീമ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ് തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം 14-ാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ മഴക്കാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൃത്തിയുള്ള വീട്ടിൽ നിന്ന് ശുചിത്വമാർന്ന ഗ്രാമത്തിലേക്ക് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. എല്ലാവരും ഇതില് പങ്കാളിത്തം ഉണ്ടായിട്ട് നമ്മളിവിടെ തുടങ്ങുകയാണ്. ആരംഭിക്കുന്നത് നമ്മുടെ പൊതു സ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ഇത് വീടുകളിലാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. പക്ഷെ വീടുകളിൽ പലപ്പോഴും തുടങ്ങുന്ന വീടുകളിൽ മാത്രം ശുചീകരിച്ച് ചില വീടുകളിൽ പോലും പുറത്തേക്ക് ഇടുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ അതല്ല ഉദ്ദേശിച്ചത്. അകത്തുള്ളത് അകത്ത് തന്നെ നമ്മളത് വൃത്തിയാക്കി ഹരിതസേന പോലെയുള്ള ആൾക്കാരെയൊക്കെ ഈ സാധനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ അത് അവിടെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ശുചീകരിക്കാൻ. ജാഗ്രത സമിതി അംഗം P ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. JHI P ജയകൃഷ്ണൻ, JPHN ഷാജി C എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. ഉറവിട നശീകരണം, നോട്ടീസ് വിതരണം, ഭവന സന്ദർശനം, പൊതുസ്ഥല ശുചീകരണം എന്നിവ നടത്തി. അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ശുചിത്വ സമിതി അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, TKD സ്മാരക വായനശാല പ്രതിനിധികൾ, അങ്കണവാടി വർക്കർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർ പങ്കെടുത്തു. MLSP നഴ്സ് ദർശന CR, ആശാ വർക്കർ പുഷ്പ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വായനാ വാരാചരണം കളറാക്കാൻ ബുക്ക്മാൻ എത്തി. തത്തനംപുള്ളി ALP സ്കൂളിലെ കുരുന്നുകൾക്ക് ഇത് പുത്തൻ അനുഭവമായി. സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് ബുക്ക്മാൻ എന്ന കുഞ്ഞൻ റോബോട്ടിനെ രൂപപ്പെടുത്തിയെടുത്തത്. ഹലോ, ഹായ്, ഹലോ, ഹലോ, ഹായ്, ഹായ്. മക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? നിങ്ങളെല്ലാം നല്ല കുട്ടികളല്ലേ? ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാ. നിങ്ങൾക്ക് ഇഷ്ടമായല്ലേ? കുട്ടികളിൽ വായനശീലം വളർത്തുക, ഈ വായന പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് കുലിക്കലൂർ തത്തനംപുള്ളി ALP സ്കൂളിൽ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ബുക്ക്മാൻ എത്തിയത്. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂളിലെത്തിയ അതിഥിയെ കണ്ട് വിദ്യാർത്ഥികൾ ആദ്യമൊന്ന് അമ്പരന്നുവെങ്കിലും ബുക്ക്മാൻ സ്വയം പരിചയപ്പെടുത്തിയതോടെ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. വിദ്യാലയത്തിലെ നല്ല പാഠം കോർഡിനേറ്റർമാരായ സിജി അഭിലാഷ്, VT മുനീർ എന്നിവരുടെ ആശയത്തെ അധ്യാപകനായ K അർജുൻ ആണ് തന്റെ കരവിരുതിലൂടെ ബുക്ക്മാനായി രൂപപ്പെടുത്തിയെടുത്തത്. പുസ്തകങ്ങളെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വാചാലനാവുന്ന ബുക്ക്മാൻ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും മറുപടി നൽകി. പ്രധാനാധ്യാപിക KP ബീന, അധ്യാപകരായ VK ഷംസുദ്ദീൻ, P സാഹിറ, നല്ല പാഠം കോർഡിനേറ്റർമാരായ സിജി അഭിലാഷ്, VT മുനീർ, K അർജുൻ, N രാധിക, K ഓമന തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുപ്പശ്ശേരി വടക്കുമുറി ALP സ്കൂളിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന വായനാ വാരാചരണം സമാപിച്ചു. സാഹിത്യകാരൻ TVM അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ P ജയൻ അധ്യക്ഷനായി. വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, അക്ഷര ക്വിസ്, രചനാ മത്സരം, വായനശാല സന്ദർശനം തുടങ്ങിയ പരിപാടികൾ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നടന്നു. സ്കൂൾ ലൈബ്രറിക്കുള്ള ബാലസാഹിത്യ ഗ്രന്ഥം PT ഗിരിജ ടീച്ചർ ഏറ്റുവാങ്ങി. ആറ്റുമഞ്ഞിക്കാട്
അപ്പോൾ പോകരുത് മക്കളെ. ആറ്റുവഞ്ചിക്കാടുണ്ടരികിൽ നീരാട്ടിനിറങ്ങുന്ന മതയാനങ്ങളുണ്ടവിടെ. നീരാട്ടിനിറങ്ങുന്ന മതയാനങ്ങൾ. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിർധനരായ എ ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 27ാമത്തെ സഹകരണ ഭവൻ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം പൊന്നിയാങ്കുറിശ്ശിയിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ, സി അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ പടിപ്പുര, മുഹമ്മദ് സമീർ വി, അജിത് കുമാർ വി, സുരാദേവി ER, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് സി ശശിധരൻ, വി ബാബുരാജ്, അരഞ്ഞിക്കൽ ആനന്ദൻ, കല്ലിങ്ങൽ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കാൽപന്ത് കളിയുടെ ലോകത്ത് പ്രിയപ്പെട്ട എതിരാളിയായ ലയണൽ മെസ്സിയുടെ പിറന്നാൾ ആഘോഷിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർ. തെരുവിൽ ഉറങ്ങുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയും രക്തദാനം നടത്തിയുമാണ് ഇതിഹാസത്തിന്റെ പിറന്നാൾ മറ്റൊരു ഇതിഹാസത്തിന്റെ ആരാധക കൂട്ടം ആഘോഷിച്ചത്. റൊണാൾഡോ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മെസ്സിയുടെ 37ാം പിറന്നാൾ ആഘോഷം. ശത്രുതയുടെയോ വാശിയുടെയോ മത്സരമല്ല, സ്നേഹത്തിന്റെ കായികമാണ് ഫുട്ബോൾ എന്ന തിരിച്ചറിവിലാണ് ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മെസ്സിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഇവർ തീരുമാനിച്ചത്. പിറന്നാളിന്റെ ഭാഗമായി പാലക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗങ്ങളിലെ തെരുവിലുറങ്ങുന്ന 30ഓളം പേർക്കാണ് ഭക്ഷണം നൽകിയത്. രക്തദാനം ഉൾപ്പെടെ നടത്തി എല്ലാ ജില്ലകളിലും ഇതേ രീതിയിൽ പിറന്നാൾ ആഘോഷം നടന്നിട്ടുണ്ടെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധക കൂട്ടം പറയുന്നു. 6 വർഷമായി പ്രവർത്തിക്കുന്ന ആരാധക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന ഭവന പദ്ധതി പോലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മെസ്സിയുടെ പിറന്നാളിന് പുറമെ ഓണം, ക്രിസ്മസ്, ബക്രീദ്, റംസാൻ തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെന്നും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജംഷീർ അത്തോളി പറഞ്ഞു. റൊണാൾഡോയുടെ ജന്മദിനത്തിന്റെ ഭാഗമായും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായും നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി RFWക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികളാണ് വീൽചെയർ വിതരണം, സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, അതുപോലെ എല്ലാ വർഷകാലങ്ങളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അതുപോലെ പൊതിച്ചോറ് വിതരണം, അഗതി മന്ദിരങ്ങളിൽ ഫുഡ് ഡൊണേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള ബൃഹത്തായ പദ്ധതികളുമായി RFW പ്രവർത്തിച്ചു വരുന്നത്. RFWയുടെ സ്വപ്ന പദ്ധതിയാണ് ഭവന പദ്ധതി, സ്നേഹവീട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭവന പദ്ധതി. 2 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിൽ 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു വീട് നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മെസ്സിയുടെ 37ാം ജന്മദിനത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം എല്ലാ ജില്ലാ വിങ്ങുകളുടെ കീഴിലും പൊതിച്ചോറ് വിതരണം 500ഓളം പൊതിച്ചോറ് വിതരണങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ജൂൺ 22 മുതൽ 30 വരെ കാലയളവിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനും നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും പൂർത്തിയാക്കുന്നതായിരിക്കും. ഏകദിന സ്പോർട്സ് ഇഞ്ചുറി ശില്പശാലയുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയും അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറവും. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം മഷൂർ ഷെരീഫ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക താരങ്ങളുടെ പരിക്കുകൾക്കുള്ള ഫലപ്രദമായ ആധുനിക ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് കിംസ് അൽഷിഫ ഷോൾഡർ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി വിഭാഗവും അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറവും സംയുക്തമായിട്ടാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഫുട്ബോൾ കളിക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾ തടയുന്നതിനും പരിക്കുകൾ പറ്റിയാൽ ചികിത്സിക്കുന്നതിൻ്റെയും നൂതന ചികിത്സാരീതികളെക്കുറിച്ചും കിംസ് അൽഷിഫ ഷോൾഡർ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ, കളിക്കിടയിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങളെക്കുറിച്ച് എമർജൻസി വിഭാഗം സീനിയർ ഡോക്ടറും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദ്, കളിക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾക്ക് ശേഷമുള്ള വ്യായാമങ്ങളുടെ ആവശ്യകതയെപ്പറ്റി സ്പോർട്സ് ആൻഡ് ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻചാർജ് അദീബ്, കായിക താരങ്ങളുടെ ഭക്ഷണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് KMCT മെഡിക്കൽ കോളേജ് ഫാർമസി വിഭാഗം പ്രൊഫസറും സ്പോർട്സ് ന്യൂട്രീഷനുമായ ഡോക്ടർ മിർഷാദ് എന്നിവർ സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കേരളത്തിലെ അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി 200-ലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഫുട്ബോൾ താരം മഷൂർ ഷെരീഫ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവര് ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയിൽ, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ കേരളത്തിലാണല്ലോ, ഇവർ നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന് എന്താണ് ആവശ്യം എന്നുള്ള കറക്റ്റായൊരു ട്രാക്കിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്പോർട്സ് സെമിനാറുകളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്.
പക്ഷേ എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവർ കറക്റ്റ് ഒരു ട്രാക്കിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്, അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു അക്കാഡമിക് ലെവലിൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു ഇഞ്ചുറിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനെ പറ്റിയിട്ടോ യാതൊരു ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പ്രൊഫഷണലിലേക്ക് എത്തി ഒരു 10-15 വർഷം പിന്നോട്ട് നോക്കുമ്പോഴാണ് എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ ട്രെയിനിങ് ചെയ്യണം എന്നുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അതായത് എൻ്റെ 26-ാം വയസ്സിൽ പ്രൊഫഷണലിലേക്ക് എത്തിയ ശേഷം. പക്ഷേ ഇപ്പോൾ ഈ AFTMA ചെയ്തത് എന്താണ്, 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പം തന്നെ ആ നോളജ് എത്തിക്കുകയാണ്. AFDM പ്രസിഡന്റ് മുഹമ്മദ് മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി. AFDM വൈസ് പ്രസിഡന്റ് റഷീദ് എടരിക്കോട്, കിംസ് അൽ ഷിഫ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ, സ്പോർട്സ് ന്യൂട്രീഷനും KMCT മെഡിക്കൽ കോളേജ് ഫാർമക്കോളജി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ മിർഷാദ്, എമർജൻസി വിഭാഗം സീനിയർ ഡോക്ടറും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദ്, സ്പോർട്സ് ആൻഡ് ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻചാർജ് അദീബ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീകൃഷ്ണപുരത്ത് വാഹനാപകടം. സ്കൂൾ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണ്ണമ്പറ്റ സ്വദേശി സ്വാമിനാഥനാണ് മരിച്ചത്. അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയും സഹോദര ഭാര്യയെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. നെല്ലിപ്പതി പുത്തൻ വീട്ടിൽ ശിവനുണ്ണിക്കാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സ്പീക്കർക്ക് കഴിയണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. നിഷ്പക്ഷതയോടെ ഇടപെടാനും സാമാജികരുടെ സംരക്ഷണ ദൗത്യം നിർവഹിക്കാനും സ്പീക്കർ തയ്യാറാവണമെന്നും ET മുഹമ്മദ് ബഷീർ. പട്ടാമ്പിയിലെ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 8ഓളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. വൃത്തിഹീനമായി പ്രവർത്തിച്ച ഹോട്ടലുകൾക്ക് നോട്ടീസ്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തി. വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ബോധവൽക്കരണവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.